അപ്പോൾ 'ഗഗനാചാരി' എന്ന മൂവിയുടെ റിവ്യൂ ഞാൻ കുറച്ച് നാൾ മുമ്പേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് നല്ലൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഇങ്ങനെയുള്ള പടങ്ങൾ മോളിവുഡിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെടാത്തവർക്ക് മേ ബി ആ ഒരു സിനിമയുടെ കാറ്റഗറി ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ ഇന്ന് അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് നോക്കുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും 'ഗഗനാചാരി' എന്ന സിനിമ ഒരു മോക്കുമെന്ററി ഫിലിമാണ്. എന്ന് വെച്ചാൽ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ നേരെ ഓപ്പോസിറ്റ്. നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഹ്യൂമറിന്റെ രൂപത്തിലായിരിക്കും കാണിക്കുന്നത്. ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇതും ഷൂട്ട് ചെയ്യുക. ഏകദേശം ഈ ഒരു കാര്യമാണ് മോക്കുമെന്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വരാം. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. 2043 കേരളത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി. ഈ ഒരു പടത്തിലെ മെയിൻ ക്യാരക്ടറാണ് ഗണേഷ് കുമാറിന്റെ കഥാപാത്രം. പുള്ളിക്കാരൻ ഒരു ഏലിയൻ ഹണ്ടർ ആണെന്ന് ആദ്യം പറയുന്നുണ്ട്. ഇത്ര ഫേമസ് ആണ് പുള്ളി. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വരുന്നതും കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സിനിമയിൽ കുറേ പേർക്കിട്ട് ഒക്കെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. തുടക്കത്തിൽ സിനിമയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഏലിയൻസ് ഭയങ്കര പ്രശ്നമാണ്, അവരാണ് മനുഷ്യരെ കൊല്ലുന്നത് എന്നൊക്കെ. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിലായിട്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഏലിയന്റെ വേഷത്തിൽ വന്ന് പേടിപ്പിക്കുന്നത്. മേ ബി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള പൊളിറ്റിക്സിനെ തന്നെ ആകാം. കാരണം ഓരോ കാര്യങ്ങളും ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടെ നിർത്തി അവസാനം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതും ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. മേ ബി ഈ ഒരു കാര്യങ്ങളൊക്കെ സിംബോളിക്കായി പറഞ്ഞതായിരിക്കാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൽ തുടക്കത്തിലായിട്ട് അജു വർഗീസിന്റെ കഥാപാത്രം ഗണേഷ് കുമാറിന്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ഏലിയൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തകിട് ജപിച്ച് ഇട്ടിട്ടുണ്ടെന്നൊക്കെ. അതുപോലെ ക്ലൈമാക്സിലായിട്ട് ഈ ഏലിയനെ പിടിക്കാനായിട്ട് ഹോമം നടത്തുന്നുണ്ട് ഈ പോലീസുകാർ. ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. മനുഷ്യരുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ആചാരം ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കാം. പിന്നെ പെങ്ങളെ മാസ്കിന്റെ വള്ളി കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സീൻസ് ഒക്കെ ആർക്ക് വേണ്ടിയാണെന്ന് പറയണ്ടല്ലോ. പിന്നെ ക്ലൈമാക്സിൽ ഗോകുൽ സുരേഷിന്റെ കഥാപാത്രം അനാർക്കലിക്ക് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അനാർക്കലിക്ക് ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. മേ ബി എർത്തിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്കുള്ള ദൂരം ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ പ്രാവശ്യം തിയേറ്ററിൽ വെച്ച് കണ്ട ഒരു ഓർമ്മയിൽ ചെയ്ത വീഡിയോ ആണ്. മേ ബി എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറേ കാര്യങ്ങളൊക്കെ. കുറേ പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. മേ ബി ഒന്നെങ്കിൽ ഇത് ഈ ഒരു കാറ്റഗറി കൊണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പാടായത് കൊണ്ടിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക്, അല്ലെങ്കിൽ OTT റിലീസിന് ശേഷം ഒന്നുകൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.